നമസ്കാരം. രാംജൂലയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 6 മണി കഴിഞ്ഞു. ചെറുതായി മഴ ചാറുന്നുണ്ട്. അതാണ് കുടയുമായി ഇറങ്ങിയത്. ഗംഗാതീരം ഉണർന്നു വരുന്നതേയുള്ളൂ. തിരക്കൊഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നടക്കാൻ അതിരാവിലെയേ സാധിക്കുകയുള്ളൂ. രാംജൂലയ്ക്കടുത്തുള്ള പാർക്കിംഗ് വരെയേ 4 വീലറുകൾ വരികയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ വാഹനം പാർക്കിങ്ങിലുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതിനായി വാഹനം ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അജയ് എന്നാണ് നമ്മുടെ സാരഥിയുടെ പേര്. പോയി വരുന്നതിന് 1500 രൂപയാണ് ചാർജ്. അങ്ങോട്ടേക്കെത്താൻ 1 മണിക്കൂർ സമയമെടുക്കും. ലെഫ്റ്റ് കാണുന്ന ആ വഴിയിൽ അല്പം അകത്തേക്ക് ചെന്നാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നീർ വാട്ടർഫാൾ എന്നാണ് അതറിയപ്പെടുന്നത്. കേദാർനാഥിലേക്കും ബദരീനാഥിലേക്കുമൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. ബദരീനാഥിലേക്ക് ഇവിടെ നിന്നും 285 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ നീലകണ്ഠ ബ്രിഡ്ജ് എന്ന പാലം കടന്ന് ഗംഗയുടെ മറുകരയിലേക്ക് പോകുകയാണ്. പാലത്തിന് സമീപം തന്നെ ഗരുഡദേവന്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. പാലത്തിൽ നിന്നും നമ്മൾ ഇടത്തേക്കാണ് തിരിയുന്നത്. വലത്തേക്ക് പോയാൽ അതുവഴി ഹരിദ്വാർ പോകാൻ കഴിയും. പക്ഷേ റോഡ് വളരെ വീതി കുറവായതിനാൽ അല്പം റിസ്ക് ആണെന്നാണ് അജയ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം സാഹസികമായ യാത്രയാണിത്. ഒരു വശത്ത് ആർത്തുലച്ചു വരുന്ന ഗംഗാനദിയുടെയും മറുവശത്ത് ആകാശമുട്ടെ നിൽക്കുന്ന ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെയുമുള്ള ഈ യാത്ര ഏറെ ഹൃദ്യമാണ്. കോട പുതച്ചു നിൽക്കുന്ന മലനിരകൾക്ക് മുകളിലൂടെ സൂര്യൻ മെല്ലെ ഉദിച്ചുയരുന്നു. അതിൻ്റെ മനോഹാരിത പൂർണ്ണമായി ക്യാമറ കണ്ണുകളാൽ പകർത്തുവാൻ സാധിക്കുകയില്ല. ഈ കാണുന്ന കവാടം ഒരു പാർവതീദേവി ക്ഷേത്രത്തിലേക്കുള്ളതാണ്. മലമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ എത്തി. രാവിലെ തന്നെ എത്തിയതിനാൽ തിരക്ക് അല്പം കുറവാണ്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒട്ടനവധി കടകൾക്കിടയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ക്ഷേത്രത്തിനുള്ളിലായി ഒരു നീരുറവയുണ്ട്. ഇതിനരികിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ ഉള്ളിലെ കാഴ്ചകൾ പകർത്താൻ കഴിയില്ല. തിരക്കില്ലാത്തതിനാൽ നല്ലതുപോലെ ദർശനം നടത്തുവാൻ കഴിഞ്ഞു. ഇവിടെയും നമുക്ക് നേരിട്ട് പ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തുവാൻ കഴിയും. 9 മണി ആയപ്പോഴേക്കും നമ്മൾ തിരികെ രാംജൂലയിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. നമ്മൾ താമസിക്കുന്ന സ്വർഗാശ്രമത്തിലെ ക്യാൻറ്റീനിൽ നിന്നുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ മിതമായ നിരക്കിൽ നല്ല ഭക്ഷണമാണ് ഇവിടുത്തേത്. ഇനി നമ്മൾ പോകുന്നത് ലക്ഷ്മൺ ജൂലയുടെ ഭാഗത്തേക്കാണ്. രാംജൂലയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് ലക്ഷ്മൺ ജൂലയിലേക്ക്. നമ്മൾ ലക്ഷ്മൺ ജൂലയിലെത്തി. പാലത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതിനാൽ അതിൽ കയറാൻ സാധിച്ചില്ല. പാലത്തിന് സമീപത്തായിട്ട് 11 നിലയുള്ള ത്രയംബകേശ്വർ മന്ദിറാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം.
രാം ജൂലയ്ക്ക് ഇരുവശത്തുമായിട്ടാണ് ലക്ഷ്മൺ ജൂലയും ജാനകി ജൂലയും സ്ഥിതി ചെയ്യുന്നത്. 3 പാലങ്ങളിൽ വെച്ച് ആദ്യത്തേത് 1930 നിർമ്മിച്ച ലക്ഷ്മൺ ജൂലയാണ്. 1986 രാം ജൂലയും 2020 ജാനകി ജൂലയും നിർമ്മിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ജാനകി ജൂലയിലെ കാഴ്ചകൾ കണ്ടിരുന്നല്ലോ. ഋഷികേശ് യാത്രയുടെ 4ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ കാണുക. മുകളിലേക്ക് കയറുമ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണുവാൻ കഴിയും. ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും പോലെ തന്നെ ഋഷികേശിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഏറെ പ്രശസ്തമാണ്. അങ്ങ് ദൂരെയായി കാണുന്നത് ഗംഗാ നദിയിലൂടെ റിവർ റാഫ്റ്റിംഗ് നടത്തുന്ന സംഘമാണ്. 16 കിലോമീറ്റർ ഗംഗാ നദിയിലൂടെ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നതിന് ഒരാൾക്ക് 800 രൂപയാണ് നിരക്ക്. 12 കിലോമീറ്ററിന്റെ ചെറിയ പാക്കേജ് 600 രൂപയ്ക്കും ലഭ്യമാണ്. റിവർ റാഫ്റ്റിംഗ് ബോട്ടുകളാണ് ഈ കാണുന്നത്. റിവർ റാഫ്റ്റിംഗ് സംഘങ്ങൾ ഗംഗയിലൂടെ ആടിയുലഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ സാഹസികമാണ്. ഈ സാഹസിക വിനോദത്തിൽ ഏർപ്പെടുന്നവരിലേറെയും യുവാക്കളാണ്. കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോകുന്ന ഹെലികോപ്റ്ററുകൾ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇന്ന് നമ്മുടെ ഋഷികേശിലെ അവസാന ദിവസമാണ്. അതിനാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന്റെ രുചി കൂടി അറിയേണ്ടതുണ്ട്. ഹാൻഡ്മെയ്ഡ് ബിസ്ക്കറ്റും ഗീതാഭവൻ ബേക്കറിയിലെ രുചി വൈവിധ്യങ്ങളുമെല്ലാം ഋഷികേശിലെത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഋഷികേശിൽ നിന്നും നാളെ നമ്മൾ ഹരിദ്വാറിലേക്ക് പോകുകയാണ്. അവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.